നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് വിജയിക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന CPIM-ലെ കുറേയധികം നേതാക്കളുണ്ട്. അതിൽ CPIM-ൽ തന്നെ ചില നേതാക്കൾ, VS അനുകൂലികളായിട്ടുള്ള ചില നേതാക്കൾ ഇപ്പോഴും സജീവമായി തന്നെ രംഗത്തുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ ജനറൽ സെക്രട്ടറി തന്നെയാണ്, സഖാവ് MA ബേബി. അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എം സ്വരാജ് നിലമ്പൂരിൽ ജയിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിനും കൃത്യമായി അറിയുന്നൊരു കാര്യമാണ്. എം സ്വരാജിനെ പോലൊരു വ്യക്തി ഇത്രയധികം അഹംഭാവത്തോടു കൂടി പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ ഏറ്റവും മോശമായ പദപ്രയോഗം ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ ആ വീണെടുത്ത് കിടന്ന് ഉരുളാൻ സ്വരാജ് കാണിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ. നേരത്തെ തൃപ്പൂണിത്തുറയിൽ തോറ്റുപോയപ്പോൾ കെ ബാബുവിനെതിരെ നിയമ പോരാട്ടം നടത്തി, അതിപ്പോഴും സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. മാധ്യമങ്ങൾ തന്നെ എന്തോ അങ്ങ് വിചാരണ ചെയ്യുകയാണ്, മറ്റുള്ളവരെ ആരും ചെയ്യുന്നില്ല. സ്വരാജിൻ്റെ ചില ഫിലോസഫിയൊക്കെ കേട്ടാൽ തോന്നും ഏറ്റവും കൂടുതൽ വായനാശീലവും പഠിപ്പും വിവരവുമുള്ള മനുഷ്യൻ ഇയാൾ മാത്രമാണ് എന്നുള്ളത്. ഇയാളെക്കാളും പഠിപ്പും വിവരമുള്ള നിരവധി ആളുകൾ കേരള സമൂഹത്തിലുണ്ട്. അവരാരും ചമയാത്ത രീതിയിലുള്ളൊരു പ്രത്യേക ബുദ്ധിജീവി ചമയലാണ് സ്വരാജ് നടത്തുന്നത്. നമ്മുടെ ജയശങ്കർ വക്കീൽ പറഞ്ഞതുപോലെ, അഡ്വക്കേറ്റ് M ജയശങ്കർ പറഞ്ഞതുപോലെ, കുട്ടിക്കുരങ്ങനെ പോലെ ചാടിക്കളിക്കുന്ന സ്വഭാവമാണ് എം സ്വരാജിനുള്ളതെന്നാണ് അദ്ദേഹം കൃത്യമായി മറുപടി കൊടുത്തത്. VS അച്യുതാനന്ദനെ പോലൊരു വ്യക്തിയെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്നും അദ്ദേഹത്തിനെ കൃത്യമായി കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞ പരാമർശങ്ങൾ, അത് മാത്രമല്ല വെട്ടിപ്പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് രംഗത്തൊക്കെ വരുന്ന സാഹചര്യമുണ്ടായി. അത് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് സ്വരാജ് പറയുന്നത്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിയായൊരു വ്യക്തിയല്ലല്ലോ എന്ന് സ്വരാജ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുമോ? VS-നെ എന്നല്ല ഒരാളെയും അങ്ങനെ പറയില്ല എന്നാണ് സ്വരാജ് പറയുന്നത്. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മേന്മ കൊണ്ടായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിക്കുന്നത്. സ്വരാജിന് വലിയ ഹൈപ്പാണ്. നിലമ്പൂരിൽ അദ്ദേഹം വന്നിറങ്ങിയ സമയത്ത്, തീവണ്ടിയിൽ വന്നിറങ്ങിയ സമയത്ത്, നിലമ്പൂർ റോഡിൽ സ്റ്റോപ്പ് ഉണ്ടല്ലോ, നമുക്കറിയാം. ഈ ഷൊർണൂരിൽ നിന്നുമാണ് നിലമ്പൂരിലേക്ക് വാഹനം, ഈ തീവണ്ടി പാതയുള്ളത്. അതിൻ്റെ മീറ്റർ ഗേജ് നോക്കുമ്പോൾ ഈ നിലമ്പൂരിൽ നിന്ന് ഈ ഷൊർണൂർ വരെ വരുന്ന എക്സ്പ്രസ്, ഇപ്പോൾ സാധാരണയായിട്ട് തിരുവനന്തപുരത്തോട്ട് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ രാജ്യറാണിയാണ്. ഈ കവളപ്പാറയും പുത്തുമലയൊക്കെ സ്ഥിതി ചെയ്യുന്ന നിലമ്പൂരിലാണ്. കവളപ്പാറയും പുത്തുമലയിലും നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ അദ്ദേഹം വലിയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ തള്ളാണ്. അദ്ദേഹമാണോ പ്രവർത്തനം നടത്തിയത്? ഈ നിലമ്പൂരുകാരനായിട്ടും ഇത്രയും കാലം നിലമ്പൂരിൽ മത്സരിക്കാതെ, ഇത്തവണയും അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ മത്സരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള അദ്ദേഹം കൃത്യമായി പാർട്ടിയോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പാർട്ടിക്ക് ഒരു തരത്തിലും വേറൊരാളെ സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിലോ മറ്റേതെങ്കിലും സ്വതന്ത്ര അടയാളത്തിലോ കണ്ടെത്താൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ തൃക്കാക്കരയിൽ ജോ ജോസഫിനെ നിർത്തിയതുപോലെ P സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയതുപോലെ കൃത്യമായും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനായിരുന്നു ആദ്യം ആലോചിച്ചത്. അങ്ങനെയാണല്ലോ അവിടെ അൻവറും 2016 ജയിച്ചത്. അൻവർ നമുക്കറിയാം, അദ്ദേഹം കോൺഗ്രസ്സിലൂടെ വന്ന് പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പ്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അദ്ദേഹം അവിടെ മത്സരിക്കുന്നതൊക്കെ നമുക്കറിയാം. മലപ്പുറത്ത് ഈ ഒരു നിലമ്പൂരി മാത്രമല്ല, താനൂരിൽ അബ്ദുറഹ്മാൻ വന്നതും തവനൂരിൽ KT ജലീൽ ലീഗുകാരനായിരുന്നു. പിന്നീടാണ് 2006 കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട്, VK കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായി MLA ആവുന്നത്. പിന്നീട് ഏറ്റവും ഒടുവിൽ പിണറായി മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി
ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കെ ടി ജലീൽ. കെ ടി ജലീൽ എന്ന് പറഞ്ഞാൽ അൻവറിൻ്റെ ഒരു ബെടാ ദോസ്താണ്. എന്തൊക്കെ ആയിരുന്നാലും ഇപ്പോൾ സ്വരാജിൻ്റെ ഈ മനോഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ക്യാരക്ടർ സ്കെച്ചാണ് നിലമ്പൂരിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സ്വരാജ് അങ്ങനെ ജനങ്ങളുമായി ഇടപെടുന്ന ആളല്ല. വലിയ ബുദ്ധിജീവി ചവഞ്ഞ് നടക്കാനും പിണറായിസത്തെ ന്യായീകരിക്കാനും ഒരുപാട് വായനാശീലമുണ്ട് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കാൻ അറിയുന്നൊരു വ്യക്തിയൊക്കെ തന്നെയാണ്. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവൽ ഇൻട്രാക്ഷൻ ഒട്ടും തന്നെ ഇല്ലാത്തൊരു വ്യക്തിയാണ് എം സ്വരാജ് എന്ന് വ്യക്തമായി അത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പിടിച്ചെടുത്ത തൃപ്പൂണിത്തറയിൽ കെ ബാബു വിജയിച്ചത് അയ്യപ്പൻ്റെ പേരിൽ വോട്ട് പിടിച്ചാണ്. ഒന്ന് നോക്കണം, ശബരിമല അയ്യപ്പൻ്റെ പേരിൽ വോട്ട് പിടിച്ചാണ് എന്ന് പറഞ്ഞ് സ്വരാജ് കിടന്ന് മൂങ്ങുന്ന കാഴ്ച എന്തൊരു ദയനീയമാണ്. തോറ്റതായിട്ട് പോലും സമ്മതിക്കാൻ മാന്യത കാണിക്കാത്ത ഒരു വ്യക്തിയാണ്. നിലമ്പൂരിൽ തോക്കാൻ ഉറപ്പായി നിൽക്കുകയാണ്. അപ്പോൾ തോറ്റു കഴിയുമ്പോൾ അടുത്ത കേസ് ഷൗക്കത്തിനെതിരെ വരുമെന്ന് നമുക്ക് മലയാളികൾക്ക് പ്രതീക്ഷിക്കാം.